ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വൈദ്യസമീക്ഷയിൽ മഴക്കാലജന്യ പകർച്ചപ്പനി ഒരു സമഗ്ര വീക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ വി കെ തമ്പി ക്ലാസ് നയിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പകർച്ചവ്യാധിക്കുള്ള ഒരു പ്രാമുഖ്യമാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ടുള്ള ചർച്ചാ വിഷയം. മഴക്കാല രോഗങ്ങൾ അതിന് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് പനിയാണ് അല്ലേ. അപ്പോൾ ഓരോ മഴക്കാലവും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതോടൊപ്പം കുറേ പനികളും കുറേ രോഗങ്ങളും ഉണ്ടാവും. അതൊരു സ്ഥിരം കാഴ്ചയാണ്, എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവും. അതിനുള്ള കുറേയേറെ നിവാരണങ്ങളൊക്കെ നമുക്ക് പൊതു ആരോഗ്യ രംഗത്ത് ചെയ്യാൻ പറ്റുമെങ്കിലും അതിപ്പോഴും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പനി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഫീവർ? അപ്പോൾ ഫീവർ എന്ന് പറയുമ്പോൾ ഫീവർ ഈസ് എ റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി ഫാരൻഹീറ്റ് or 38 degree Celsius caused by our immune system. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഈ പനി ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ഈസ് ഫോർ ദി നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നത് നമ്മളുടെ എന്തെങ്കിലും ബാക്ടീരിയലോ വൈറസ് ഇൻവേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ അതിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയുള്ള ശരീരത്തിൻ്റെ ഒരു പ്രക്രിയ, അതാണ് പനി എന്ന് പറയുന്നത്. അപ്പോൾ പനി ഫീവർ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ ഡയഗ്നോസിസ്, ഇറ്റ് ഈസ് എ സിംറ്റം. നമുക്ക് പനിയാണ്, രോഗം എന്താണെന്ന് വെച്ചാൽ പനിയാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയല്ല, അതൊരു ലക്ഷണം മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള പനികളെ നമ്മൾ മൂന്നായിട്ടാണ് വിഭജിച്ചേക്കണം. ഒന്ന് അക്യൂട്ട് ഫീവേഴ്സ്. അക്യൂട്ട് ഫീവേഴ്സ് എന്ന് പറയുന്നത് 1 മുതൽ 7 ദിവസങ്ങളിൽ തീരുന്ന സാധാരണ പനി. പണ്ടെല്ലാം പറയുന്നത് പോലെ തന്നെ ഡോക്ടറെ കാണിച്ചാൽ 7 ദിവസം, അല്ലാതെ വീട്ടിൽ മരുന്ന് കൊടുത്താലും ഒരാഴ്ച, അതേ ഉള്ളൂ. അപ്പോൾ അധികം ആ പനികളൊക്കെ ആ ഒരു ഗണത്തിൽ പെടും. ആദ്യത്തെ ആ ഇതല്ല. രണ്ടാമത്തെ പനികളാണ് ഈ സബ് അക്യൂട്ട് ഫീവേഴ്സാണ് കുറച്ചും കൂടി നമുക്ക് ഗൗരവത്തിൽ കാണേണ്ടത്. സബ് അക്യൂട്ട് ഫീവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 7 to 14 ഡേയ്സ് മിനിമം, എബവ് 14 ഡേയ്സാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അതാണ് വരുന്നത് ഡെങ്കു, ലെപ്റ്റോ, ടൈഫോയിഡ്, മലേറിയ, ചിക്കൻ ഗുനിയ, അങ്ങനെ ആ രോഗങ്ങളെല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ വരും, ഈ സബ് അക്യൂട്ട് ഫീവേഴ്സ് വരും. പിന്നെയാണ് വരുന്നത് ക്രോണിക് ഫീവേഴ്സ്. ഈ ക്രോണിക് ഫീവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ, അതായത് നമ്മുടെ കോസ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടൂല. അപ്പോൾ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരും, ഡോക്ടറെ ഇന്നലെ രാത്രി വൈകുന്നേരം ഇപ്പോൾ പനി ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമുണ്ടായില്ല, പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു വായ്പൊരു കയ്പ് ശരീരം തോന്നുന്നു. അങ്ങനെ പല ദിവസങ്ങളായിട്ട് വരികയും അതിങ്ങനെ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു കുറേ ആഴ്ചകളോളം നീണ്ട ഒരു പ്രക്രിയ വരും. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ അവസാനമാണ്. ചിലപ്പോൾ അത് TB ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും മാലിഗ്നൻസി ആയിരിക്കും, അല്ലെങ്കിൽ ഡീപ് സീറ്റഡ് ആപ്സസ്, എന്തെങ്കിലും ആപ്സസ്, പെരിയാനിൻ്റെ ആപ്സസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആപ്സസ് ആദ്യത്തിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പനി ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പുറത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോഴേക്കും 2-3 ആഴ്ച, 1 മാസമൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഫീവേഴ്സ്, ക്രോണിക് ഫീവേഴ്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു 2-3 ഗണം. സബ് അക്യൂട്ട് എൻഡോകാർഡൈറ്റിസ്, ഇതെല്ലാം ഇങ്ങനെ ഈ ക്രോണിക് ഫീവേഴ്സാണ്. പിന്നെ വരുന്നത് നമ്മൾ ഈ ഫീവേഴ്സിനെ തന്നെ അതിൻ്റെ കോസ് വെച്ചിട്ട്, കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ പനി ഉണ്ടായതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഈ പനി നിവാരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പനി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ട് വൈറസ്, ബാക്ടീരിയ, അതുപോലെ ആ രോഗം ഉണ്ടാക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് വൈറൽ ഡിസീസ്, ദെൻ ബാക്ടീരിയൽ ഡിസീസ്, പിന്നെ വാട്ടർ ബോൺ ഡിസീസ്, പിന്നെ വെക്ടർ ബോൺ ഡിസീസ്. വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കൊതുക് അങ്ങനെയുള്ള സംഗതികളൊക്കെ ചേർത്ത് വരുന്ന ആ ഒരു ഡിസീസിനാണ് വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. അത് ഒരു മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, പിന്നെ മോസ്കിറ്റോ ബോൺ ഡിസീസ്, ദെൻ വാട്ടർ ബോൺ ഡിസീസ്. വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്? വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ കോളറ വരും, ടൈഫോയിഡ് വരും, പിന്നെ ഡയറിയ എല്ലാം വരും. അങ്ങനെയുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്തം, അതും വാട്ടർ ബോൺ ഡിസീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ആ പനികൾ അപ്പോൾ നമുക്ക് 3ആയിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്യും: അക്യൂട്ട്, സബ് അക്യൂട്ട് ആൻഡ് ക്രോണിക്. 7 ദിവസം വരെ ഉള്ളത്, 14 ദിവസം വരെ ഉള്ളത്, പിന്നെ അതിൽ കൂടുതലുള്ളത്. അതല്ലെങ്കിൽ വൈറൽ, ബാക്ടീരിയൽ, മറ്റ് പാത്തോജൻസ്, ഇപ്പോൾ പ്ലാസ്മോഡിയം, വൈവാക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു പാരസൈറ്റുമാരുള്ളതാണ് മലേറിയ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രോഗവാഹികളെ അനുബന്ധിച്ച് നമുക്ക് പനീനെ അങ്ങനെയും വേർതിരിക്കാം. അത് 2 രീതിയിലാണ് പനീനെ വേർതിരിക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ കാലത്ത് ഈ ഒരു സമയത്തൂടെ വന്നുകൊണ്ടിരിക്കുന്ന പനി ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനിയാണ് ഇപ്പോൾ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പനി. അപ്പോൾ ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പനിമാരി. ഇപ്പോൾ ഡെങ്കു ഫീവറിന് പ്രത്യേകിച്ച് പ്രസൻറ്റേഷൻ ഒന്നുമില്ല. നമ്മളിപ്പോൾ സാധാരണ ഒരു OPD-യിലിരിക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് വരും, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പനിയാണ്, നമ്മൾ നോക്കും, ചെറിയ പനി ഉണ്ടാവും, അത്യാവശ്യം ആ ഒരു പനിയുടെ ഒരു 2-3 ദിവസത്തേക്കുള്ള മരുന്ന് കൊടുത്ത് വരും, തിരിച്ചു വരും, പനി മാറിയില്ല. അപ്പോഴാണ് നമ്മളൊന്നുകൂടെ നോക്കും. അപ്പോഴും ചിലപ്പോൾ പിന്നെ വരുന്നത് ശക്തിയായ വേദനകൾ, ശരീരം വേദന, ഈ ബ്രേക്ക് ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എല്ലുകളൊക്കെ നുറുക്കുന്ന വേദന അതിലോട്ട് മാറുന്നത്. ആദ്യത്തെ ആ ഒരു ചെറിയ പനി മാറിയിട്ട് എല്ലുകളൊക്കെ നുറുക്കുന്ന നല്ല വേദന, ശക്തിയായിട്ടുള്ള വേദന, അതുപോലെ തന്നെ ആർട്രാൾജിയ, ജോയിൻസൊക്കെ നല്ല വേദന, മസിൽ പെയിൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മസിൽ ഉണ്ടെന്ന് നമ്മൾ അറിയില്ല. മസിൽ എല്ലിൻ്റെ കൂടെ അവിടെ ഉണ്ട്, പക്ഷേ ഈ മസിലുകൾക്ക് നല്ല വേദന എന്നിട്ട് മസിലുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഈ മസിൽ പെയിൻ. അങ്ങനെയുള്ള പെയിനുകളാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. അതാണ് ഇതിൻ്റെ ഒരു മുഖ്യ ലക്ഷണം. അപ്പോൾ നമ്മൾ ആ ഒരു ലക്ഷണവും പിന്നെ കണ്ണിനൊക്കെ ചെറിയൊരു കൺജങ്ക്റ്റീവൽ ഹെമറേജുമാരെ ചെറിയ റാഷ് വരും. അത് ഈ റാഷൊക്കെ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കുറച്ച് കുറയുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നത്. കൺജങ്ക്റ്റീവൽ സബ് കൺജങ്ക്റ്റീവൽ ഹെമറേജ് എന്നൊക്കെ പറയുന്ന അതിലേക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ഇത് ഈ ഒരു ഡെങ്കു ഫീവർ വളരെ കോമൺ ആണ്. അതിൻ്റെ ഡെങ്കു വൈറസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഏഡിസ് ഈജിപ്റ്റ് അഥവാ ടൈഗർ മോസ്കിറ്റോ എന്ന് പറയും ഇതിൻ്റെ കൊതുക്. നമ്മൾ കാണാം അതിനൊരു നല്ല ഭംഗിയുള്ള ഒരു കൊതുക്, അതിനിങ്ങനെ കുത്തുമാരിയുള്ള കൊതുകാണ്. അത് രാവിലെ തൊടി വൈകുന്നേരം വരെ ഉണ്ടാവും, രാത്രി കാണില്ല. പകൽ സമയത്തുള്ള കടിയാണ് ഇതിൻ്റെ പരിപാടി. ഡോക്ടർ KS ദീപക് രചിച്ച യോഗ പരിശീലന സഹായി എന്ന പുസ്തകം ഡോക്ടർ PP ശിവൻ ഡോക്ടർ തമ്പിക്ക് സമ്മാനിച്ചു.